ഹലോ ഗായ്സ്, അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഈ കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തൊരു ഷോപ്പിൽ സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചിരിക്കുകയാണ്. പിന്നെ വെയിൽ, നല്ല വെയിലാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്, അൺസഹിക്കബിൾ. അവരൊക്കെ മേളിൽ ഇവിടെ ഓഫീസ് അടച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ താഴെ പോയിട്ട് സഞ്ചിയൊക്കെ എടുത്തിട്ട് കടയിൽ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണം. കുറേ ദിവസമായി പെരുന്നാളിൻ്റെ മുമ്പായിട്ട് നോമ്പ് തീരാറായപ്പോഴാണ് കടയിലൊക്കെ സാധനങ്ങൾ കൊടുത്തത്. പിന്നെ ഞാനങ്ങ് കൊല്ലത്ത് പോയിട്ട് വന്ന് ഇതുവരെയും സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൊടുക്കണം, വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. കടയിലേക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം ഗായ്സ്. അങ്ങനെ സൺസ്മാർട്ടിലെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളാണ്. ഇറങ്ങി വരൂ. ഇതുവരെ വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ലായിരുന്നു കേട്ടോ. ഞാൻ തന്നെയാണ് എല്ലാ വീഡിയോസും എടുക്കുന്നതും എല്ലാം. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ആർദ്ര കൂട്ടിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോണൊക്കെ ആർദ്രൻ്റെ അടുത്ത് കൊടുത്ത് എൻ്റെ സഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് ഷോപ്പിലാണ് കേട്ടോ സഞ്ചി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. വന്ന ശേഷം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ. ഇപ്പോൾ ടൗണിലുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ തീർന്നോ ഏതായി ഒന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ താണ്ടെ എൻ്റെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞൊണ്ടി പോകുന്ന ഞൊണ്ടിയേ കഷ്ടം. കാല് വയ്യ ഗായ്സ്, കാലിൽ കൂടെ വണ്ടി വീണ് ഞൊണ്ടി പോകുന്നുണ്ടോ? കാല് കണ്ടോ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഇവിടെ മൊത്തം കല്ലും കട്ടയായതുകൊണ്ട് ആശാനിക്ക് വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് അങ്ങോട്ട് റോഡിലോട്ട് വെച്ചു കൊടുക്കാനായിട്ട് പോവാണ്. എന്നാ പിടിച്ചോ. 2-3 തവണയായിട്ടോ വണ്ടി മറിഞ്ഞു വീഴുന്നു. 3ാമത്തെ തവണ വീണപ്പം ആളുടെ കാലിൽ ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ മുകളിൽ കൂടെ കേട്ടോ വീണത്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. ഈ മെറ്റൽ വലിയ കല്ലായതുകൊണ്ട് ടയർ അതിൽ നിന്ന് സ്ലിപ്പായി പോകും. അപ്പോൾ വണ്ടി ഒന്ന് ജസ്റ്റ് എടുത്തൊന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്തതാട്ടോ. റെക്കോർഡൊന്നും ചെയ്യില്ല. എല്ലാവരും കടക്കാരൊക്കെ എന്നെ മറന്നുപോയി. പെരുന്നാളിന് മുമ്പേ വന്നതാണ്. അപ്പം നീ ആരാ, ഏതാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ സാധനങ്ങൾ കൊടുക്കാൻ വന്നപ്പോഴേ നീ ആരാ, എന്തുവാ, എന്താ വേണ്ടി പറയും, എന്താ വേണ്ടി, ഇല്ലാത്ത ഐറ്റം പറയും. അടുത്ത ആഴ്ച നോക്കാന്നോ? ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ തീർന്നിരിക്കായിരിക്കുന്നു. എന്താ പൊന്നോ, എന്തൊരു മുഖം. വെയില് നല്ല വെയിൽ കേട്ടാ. സൂര്യനാണ് അങ്ങ് നിന്ന് ഉദിക്കുന്നത്. ഓക്കെ, പോട്ടെ, ബൈ. ഒരു ഉപ്പ് സോഡ വെച്ചോ തങ്കോ. ഉപ്പ് സോഡ ക്യാമറയിൽ വെച്ചിരിക്കണേ ഷൂട്ടിങ് മെത്തേഡാണല്ലോ. എന്റെ ഫോൺ എടുത്ത് വീഡിയോ പിടിക്കുന്നു. അതാ രണ്ടുപേരുടെ 10 വേണം പറയാം. ഇവിടുത്തെ പണിയും ചെയ്തായിരുന്നു. ചെറുതില്ലേ, ഇത് പെരുംജീരകമാണല്ലോ. പെരുംജീരകമാണ് ചെറുത്, ഇത് സാധാ ജീരകമാണ്, ചെറിയ ജീരകം. ഇതാണ് ചെറിയ നല്ല ജീരകം. അത് മിഠായില്ലേ വലുത്, ഇതിന്റെ ഉള്ളിലെ ജീരകം ചെറുതാണ്. പിന്നെ പെരുംജീരകത്തിന്റെ മറ്റേ മിഠായി ഉണ്ട്, അത് നൈസായിരിക്കും. അത് വേണം. അതിവിടെ പോകുമെങ്കിൽ ഞാൻ കൊണ്ടുതരാം.
പെരിഞ്ചീരകമില്ല. ഇപ്പൊ തൽക്കാലം ഇത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഒരെണ്ണാദ്യം പൊട്ടിച്ച് കൊടുക്കുക നോക്കുന്നു സാമ്പിൾ. പിന്നെ പിന്നെന്താണ് പൈസ തരും, ഞാൻ പോട്ടെ. പൈസയും മണം വെച്ചിട്ടുണ്ട്. പിന്നെ സാധനം വെച്ച പൈസ ആണ് വെറുതെ തരാൻ പറ്റുമോ? ആ കൈ നീട്ടുവാണ് എന്റെ ആദ്യത്തെ. രാവിലെ അറിഞ്ഞാൻ അവള് ഇപ്പോഴല്ലേ ഞാൻ ഇത് കൊണ്ടുവന്നത്. ഞാൻ രാവിലെ ജോലിക്കാൻ വന്നത്. ഇത് കൈ നീട്ടാം. ഇത് സൈഡ് ജോലി, സൈഡ് ബിസിനസ്. അതാ സൂര്യ ഉദിക്കാറായി. സൂര്യൻ അസ്തമിക്കുന്നു. കാക്ക കടയടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോണ്. താത്താനെ കാണുന്നുണ്ടോ? താത്തയുണ്ട് അവിടെ. അവിടെ ഉണ്ടല്ലോ ഹായ് പറ താത്ത. നിങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ എവിടത്തെയാണ് നിൽക്കുക? ഞാൻ കാസർഗോഡ്. കാസർഗോഡാണ്. കാസർഗോഡ് നിന്നും ഒരു കാക്ക. കാസർഗോഡ് നിന്ന് എന്താ സംഭവം ഇവിടെ? പണി ഇവിടെ ജോലിയാ? ഈ കാക്ക മലപ്പുറത്ത് നിന്ന് പാലക്കാട് മൊത്തം കൈയടക്കി വെച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് വന്നിട്ട്. പിന്നെ എവിടെയാണ്? ചാവക്കാട്, തൃശ്ശൂര്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ പാലക്കാട് മൊത്തം കയ്യേറി കച്ചവടം. സുരേന്ദ്രൻ വന്നിട്ട് ഇവിടെ കൈയെടുക്കാൻ വേണ്ടി പിന്നെയാണ് ഇവര് നമ്മളടുത്താണ്. ആളാരെ വീഡിയോ പിടിച്ചിട്ട് ഉമ്മാനെ ചോദിച്ച് ചീത്ത അറിയോ? രൂപ കിട്ടാൻ എത്ര വായ അടിക്കണല്ലേ കാക്ക? ജോലി പാടിക്കലല്ലേ. എന്റെ ശ്വാസം ഒക്കെ പോയി. ഇതിന് നല്ല സ്ഥലമാണ് ട്ടാ. ഓട്ടാ ശരിട്ടാ. അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ടാ എന്ന് പറയുന്നത് എന്നെ പറഞ്ഞ് കളിയാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കടയിലാണ് സാധനങ്ങൾ കൊടുക്കാൻ പോയത്. അപ്പോൾ മൊത്തം എല്ലാ കടകളിലൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. ജസ്റ്റ് 1-2 ഷോപ്പിലത്തെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടും എന്നെ കാണാത്തത് കൊണ്ട് മാർക്കറ്റിൽ നിന്ന് വേറെ സാധനങ്ങളൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത്. എന്നാലും ഞാൻ വന്നിട്ട് വെറുതെ തിരിച്ചയക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് 2-3 ബോർഡ് എടുത്തായിരുന്നു കേട്ടോ. എല്ലായിടത്തും കച്ചവടം കുറവ് തന്നെയാണ് കേട്ടോ. എല്ലാ മേഖലയിലും ഡള്ളാണ് ഇപ്പോൾ. ഇനി ഈ സാധനങ്ങളെല്ലാം കൊടുത്തു തീർന്നിട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ള അടുത്ത സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഏകദേശം നമ്മുടെ കച്ചവടം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.